തയ്യിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. പടിഞ്ഞാറക്കര കാട്ടിലപ്പള്ളിയിൽ പുലിയെ കണ്ട പ്രദേശത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തെരച്ചിൽ നടത്തിയെങ്കിലും പുലിമട കണ്ടെത്താനായില്ല. ഇതോടെ പുലി വിശ്രമിക്കുന്നത് മരങ്ങൾക്ക് മുകളിലാണെന്നാണ് നിഗമനം. ശനിയാഴ്ച രാത്രിയിൽ കാട്ടിലപ്പള്ളി സ്വദേശി AP സേതു പുലിയെ കണ്ടത് മരത്തിനു മുകളിൽ വിശ്രമിക്കുന്ന പുലിയെയാണ്. ഇത് ശരിവെക്കുന്നതാണ് വനംവകുപ്പിന്റെ നിഗമനം. ടൂൾമാക്സ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നിയർ ഇമ്പിച്ചിബാവ ഹോസ്പിറ്റൽ, ചമ്മരവട്ടം റോഡ്, ആലത്തിയൂർ. 2 ആഴ്ച നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിലാണ് പടിഞ്ഞാറക്കര ഉല്ലാസ് നഗറിൽ വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറ ട്രാപ്പിൽ പുലിയുടെ ചിത്രം പതിഞ്ഞത്. ചൊവ്വാഴ്ച രാത്രിയോടെ പുറത്തൂർ പഞ്ചായത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തു. പുലിയെ കണ്ടുവെന്ന് പറയുന്ന ക്യാമറ സ്ഥാപിച്ച പ്രദേശത്തിന് സമീപത്തെ തെക്കത്ത് വളപ്പിൽ ബിജുവിന്റെ വീട്ടിലെ വളർത്തുനായയാണ് പുലി ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. ഡിസംബർ 2 രാത്രിയിലാണ് സംഭവം. വീട്ടമ്മയായ മോളി കാണുകയും ചെയ്തു. പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന സൂചന കിട്ടിയ ഉടനെ തന്നെ പുലിയുടെ വിശ്രമ കേന്ദ്രമായ പുലിമടയ്ക്കായി കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ ബീറ്റ് ഓഫീസർ C ബാലുവും സംഘവും തെരച്ചിൽ നടത്തിയെങ്കിലും ബുധനാഴ്ച ഉച്ചവരെ കണ്ടെത്താനായില്ല. ഇതോടെയാണ് പുലിയുടെ വാസകേന്ദ്രം മരങ്ങൾക്ക് മുകളിലാണെന്നുള്ള നിഗമനത്തിലെത്തിച്ചേർന്നത്. ഭാരതപ്പുഴ വഴി പുഴമാർഗമാണ് പുലി എത്തിയതെന്നും സൂചനയുണ്ട്. കൂട് സ്ഥാപിച്ച ലൈവ് ക്യാമറ വിവിധ പ്രദേശങ്ങളിലായി സ്ഥാപിക്കും. പുലിയെ പിടികൂടുന്നതുവരെ ഭീതിയോടെ കഴിയുകയാണ് തീരദേശവാസികൾ. വെട്ട ന്യൂസ്, പുറത്തൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.